തമിഴ്നാട്ടിലെ പേരുകേട്ട സിനിമാ കുടുംബത്തിലെ ഇളം തലമുറക്കാരനാണ് നടൻ ബാല. അരുണാചലം സ്റ്റുഡിയോസ് എന്ന പേര് കേട്ടിട്ടുള്ള സിനിമാക്കാർ തെന്നിന്ത്യയിൽ കുറവായിരിക്കും. അച്ഛനും ജ്യേഷ്ഠനുമെല്ലാം തമിഴ് സിനിമയിൽ ചുവടുറച്ചപ്പോൾ ബാലയുടെ ശുക്രദശ തെളിഞ്ഞതും മലയാള സിനിമയിൽ അരങ്ങേറിയതിനു ശേഷമാണ്. 19 വർഷമായി മലയാള സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാല ആദ്യം ചെയ്ത സിനിമ കളഭമാണ്. നായകനായും വില്ലനായും സഹനടനുമായി ഒരു സമയത്ത് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന നടന്റെ കരിയറിൽ മങ്ങൽ സംഭവിച്ചു തുടങ്ങിയത് വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നതോടാണ്. മാത്രമല്ല, താൻ കോടികൾ ആസ്തിയുള്ള താരമാണെന്ന് പലപ്പോഴും നടൻ പറഞ്ഞിട്ടുണ്ട്. സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരിക്കൽ പ്രതികരിച്ചതോടെ നടന്റെ ആസ്തിയും ചർച്ചയായതും ട്രോളായതും. കൃത്യമായി സിനിമ പോലും ഇല്ലാത്ത ബാലയ്ക്ക് എങ്ങനെ കോടികൾ ആസ്തി ഉണ്ടാകുമെന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ തന്റെ മാസവരുമാനത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ബാലയുടെ വീഡിയോയാണ് വൈറലാകുന്നത്. ബീറ്റ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. "ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാവരും ആസ്തി ആസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്ഥലമെല്ലാം പോക്കലിട്ട് കൊണ്ടുവരികയല്ലല്ലോ. സിനിമയെങ്കിലും എനിക്ക് മാസവരുമാനമുണ്ട്. വാടക ലഭിക്കുന്നുണ്ട്. എനിക്ക് സ്റ്റുഡിയോയും ഗോഡൗണും ഉണ്ട്, വീടുമുണ്ട്. അതുപോലെ വലിയ ചെലവൊന്നും എനിക്കും കോഹ്ലിക്കുമില്ല. ഒരുപാട് ആവശ്യങ്ങളും വരാറില്ല. ഇത്തരത്തിൽ എനിക്ക് വരുന്ന വരുമാനത്തിൽ ഒന്നും ഒത്തിരി കാശെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ടെന്നും സഹായിക്കാറുമുണ്ട്. അതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ കള്ളം പറയുകയില്ല. എൻ്റെ തിരിച്ചുവരവിന് ഈ ആളുകൾ പ്രാർത്ഥനയും ഗുണവും ചെയ്തിട്ടുണ്ടാകും. കർമ്മ എന്നാണുണ്ടല്ലോ. കർമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ? അത് ജയിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ്. അതുപോലെ എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഹാപ്പിയായി ഇരിക്കണം എന്ന് മാത്രമാണ്. അത് പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. എത്ര കള്ളക്കേസ് കൊടുത്താലും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്ക് എന്നാണ് ബാല പറഞ്ഞത്. കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് നിർധരായ രോഗികളുടെയും വിദ്യാർത്ഥികളുടെയും ചില സിനിമാ താരങ്ങളെയും നടൻ സഹായിച്ചിരുന്നു. ആ സമയത്ത് നടൻ ധനസഹായം ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അന്ന് പ്രചരിച്ചു. കഴിഞ്ഞ വർഷം അവസാനമാണ് മാമന്റെ മകളായ കോകിലയെ ബാല വിവാഹം ചെയ്തത്. നടന്റെ 4ാം വിവാഹമായിരുന്നു. ശേഷം കൊച്ചിയിലെ ഉപേക്ഷിച്ച് വൈക്കത്തെ കായലോരത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങി അവിടേക്കാണ് ബാലയുടെയും കോകിലയുടെയും താമസം. ഇടയ്ക്ക് ഇരുവരും തമിഴ്നാട്ടിൽ പോകും. കോകില വന്നതിന് ശേഷം ജീവിതം അടിമുറി മാറിയെന്നും മനസ്സമാധാനവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ് തന്റെ ജീവിതമെന്ന് ബാല പറഞ്ഞു. യൂട്യൂബ് ചാനൽ വഴിയും ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. തന്റെ ബിസിനസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജയമാണെന്ന് താരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം നടന്റെ മുൻ ഭാര്യ എലിസബത്ത് താരത്തിനെതിരെ നിയമപരമായി നീങ്ങുന്നുണ്ട്. ഇരുവരുടെയും ദാമ്പത്യം നയിച്ചിരുന്ന കാലത്ത് ക്രൂരപീഡനം നേരിട്ടു എന്നാണ് എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയത്.